വളരെ ദാരുണമായ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ നോർക്ക വഴി അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ എത്തിക്കുന്നത് മുതൽ ഇവിടെ എത്തിക്കുകയും എല്ലാ ഔദ്യോഗികമായ സംവിധാനമായ ഒരു വീടില്ല എന്നറിഞ്ഞപ്പോൾ ലൈഫ് നഗരസഭ എത്തുകയും തുടർന്ന് നന്ദി പറയുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ചെയർപേഴ്സൺ, പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഉണ്ടായത് ഏറ്റവും ദാരുണമായിട്ടുള്ളൊരു ദുരന്തമാണ്. നമ്മുടെയൊക്കെ കണ്ണു നനയ്ക്കുന്ന അനുഭവങ്ങളാണ് അതിനെ തുടർന്ന് ഓരോ നിമിഷത്തിലും കാണേണ്ടി വന്നത്. സാധാരണ നിലയിൽ ഒരു ദുരന്തം ഉണ്ടായാൽ ആ ദുരന്തത്തെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിന് ലോകം കാണുന്ന ഒരു മറുപടിയാണ് കേരളം. അത് എല്ലാ ദുരന്തഘട്ടത്തിലും, ഏതെങ്കിലും ഒന്നിലല്ല, എല്ലാ ദുരന്തഘട്ടങ്ങളിലും ഒരു ദുരന്തം ഉണ്ടായാൽ ആ ദുരന്തത്തെ മറികടക്കാനുള്ള ആർജവമാണ് സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെൻറ്റിന് ഉണ്ടാവുക. ആ വിധത്തിൽ ലോകത്തിന് തന്നെ കോവിഡ് കാലത്തും പ്രളയകാലത്തും മറ്റെല്ലാ അപകടത്തിലും ദുരന്തത്തിലും എങ്ങനെ ദുരന്തങ്ങളെ മറികടക്കാമെന്ന് ലോകത്തിന് കാണാൻ കഴിയുന്നൊരു മോഡലായി ഇപ്പോൾ കേരളം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ദുരന്തമുണ്ടായ ഉടനെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടു, അടിയന്തരമായ മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ അവിടെ നേരിട്ട് പോയി സഹായങ്ങൾ നൽകാം എന്നറിയിച്ചു. ആ വിധത്തിലുള്ള സഹായങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റും തയ്യാറായി. ഇവിടെ ഒരുക്കാവുന്ന എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കി നൽകിയൊരു മന്ത്രിയെ തന്നെ കൂടുതൽ ആളുകളും കേരളത്തിലേതാണ് എന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് അയക്കാൻ ഉൾപ്പെടെ നിശ്ചയിച്ചുകൊണ്ടാണ് ദുരന്തമുണ്ടായ ഏതാനും മണിക്കൂറുകൾക്കകത്ത് ചേർന്ന കേരളത്തിലെ ക്യാബിനറ്റ് തീരുമാനമെടുത്തത്. തുടർന്ന് ഓരോ മണിക്കൂറിലും തുടർച്ചയായി മന്ത്രിസഭയും നോർക്കയും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദവുമൊക്കെ തുടർച്ചയായി അവരെ കൊണ്ടുവരുന്നതിനും അവിടെ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ രോഗവിവരങ്ങൾ അന്വേഷിക്കുന്നതിനും ലോക കേരള സഭയുടെ പ്രതിനിധികളെ ആകെ അണിനിരത്തിക്കൊണ്ട് നേരിട്ട് കേരളത്തിലെ ഗവൺമെൻറ്റിന് വേണ്ടി അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യാനുമുള്ള സഹായങ്ങളുണ്ടായി. കേരളത്തിലെ ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ ദുരിത നിവാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നതോടൊപ്പം കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ലോകത്ത് തന്നെ ശ്രദ്ധേയരായ മലയാളി വ്യവസായികളോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നോർക്കയിലൂടെ സഹായങ്ങൾ നൽകണം എന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് 5 ലക്ഷം രൂപ യൂസഫ് അലി നമുക്ക് ഇപ്പോൾ ഈ നൽകുന്നതിൽ ഇതോടൊപ്പം ഉണ്ട്. രവി പിള്ളയുടെ പ്രമുഖ വ്യവസായി കൂടിയായ അദ്ദേഹത്തിൻ്റെയും 2 ലക്ഷം രൂപയുടെ സഹായമുണ്ട്. ഫൊക്കാനയുടെ പ്രസിഡന്റ് നൽകിയിട്ടുള്ള സഹായവും 2 ലക്ഷം രൂപ ഇതോടുകൂടി വയ്ക്കുന്നുണ്ട്. അങ്ങനെ 14 ലക്ഷം രൂപയാണിപ്പോൾ കൈമാറുന്നത്. നേരത്തെ തൃശ്ശൂർക്കാരൻ കൂടിയായിട്ടുള്ള പ്രമുഖ വ്യവസായി JK മേനോനും 2 ലക്ഷം രൂപ നൽകാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് തുടർന്ന് നോർക്ക വഴി ലഭ്യമായാൽ ഉടനെ തന്നെ ഇവിടെ എത്തിക്കും. മരണം നടന്ന് 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഈ സഹായങ്ങൾ എത്തിക്കാൻ സർക്കാർ നല്ലതുപോലെ പ്രയത്നിച്ചു. നിയമസഭ നടക്കുന്നതിനിടയിലും ഞങ്ങൾ നേരിട്ട് കേരള ഗവൺമെൻറ്റിന് പ്രതിനിധികളായി ഇവിടെ വന്നിത് വിതരണം ചെയ്യണം എന്ന് നിശ്ചയിക്കുകയായിരുന്നു. ഭീകരമായിട്ടുള്ള ഒരു ദുരന്തമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആ സന്ദർഭം മുതൽ വളരെ ഉത്തരവാദിത്തപൂർണമായ നിലയിലാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുള്ളത്. ലോക കേരള സഭ നടക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രമുഖ പ്രവാസി വ്യവസായികൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് സഹായം വാഗ്ദാനം ചെയ്യുകയുണ്ടായി. ഗവൺമെൻറ് പ്രത്യേക ക്യാബിനറ്റ് യോഗം ചേർന്ന് ധനസഹായം നൽകുന്നതിന് തീരുമാനമെടുത്തു. ഗവൺമെൻറ്റിൻ്റെ ധനസഹായത്തിന് പുറമെ ഇവിടെ റവന്യൂ വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചതുപോലെ പ്രവാസി വ്യവസായികളായിട്ടുള്ള യൂസഫ് അലി, രവി പിള്ള, ഫൊക്കാനയുടെ പ്രസിഡന്റ്, ഫൊക്കാന എന്ന സംഘടന, അവരെല്ലാം നൽകിയ തുകകൾ സമാഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ 14 ലക്ഷം രൂപ നാം കൈമാറുന്നത്. ഈ വിഷയം
ലോക മലയാളി സഭയിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ സംഘടനകളും പ്രമുഖ പ്രവാസി വ്യക്തിത്വങ്ങളും ചർച്ച ചെയ്തതിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വ്യക്തികളുടെ കുടുംബജീവിതം ഭദ്രമാക്കുന്നതിന് വേണ്ടി മറ്റ് കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് എന്ന് കാണുകയുണ്ടായി. നമ്മുടെ ബിനോയുടെ മകനായിട്ടുള്ള ആദി ഡിപ്ലോമ ഹോൾഡറാണ്. ഒരു വരുമാനദായകമായ അന്തസ്സുറ്റ ഒരു തൊഴിൽ അദ്ദേഹത്തിന് നൽകാനായി പ്രവാസി വ്യവസായിയായിട്ടുള്ള JK മേനോൻ, അന്തരിച്ച പത്മശ്രീ CK മേനോൻ്റെ മകൻ തയ്യാറായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കുട്ടിയുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ജോലിക്കായിട്ട് പറഞ്ഞയക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം 2 ലക്ഷം രൂപ അദ്ദേഹം കുടുംബത്തിന് ധനസഹായമായിട്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തിരിച്ച് അത് നല്ല നിലയിലുള്ള ഒരു ഭവനം അവർക്ക് ഉറപ്പാക്കുന്നതിന് നഗരസഭ തയ്യാറായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി ഇനി അങ്ങോട്ട് നമുക്ക് ജാഗരൂകരായിരിക്കാമെന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കുന്നു.